നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീടിൻ്റെ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ കാണുന്ന ഈ ഹോളുണ്ടല്ലോ, പെയിൻ്റ് അടിയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിച്ച് ഇന്നത്തെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇൻട്രോ എടുക്കാമെന്ന്, നമ്മുടെ പെയിൻ്റ് അടിയുടെ ഇൻട്രോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരു വേഷത്തിൽ കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഇരിക്കുന്ന ഹോള് ഇത് ഡൈനിങ് ഹോളാണ്. അത് അടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ക്ലിപ്പുകൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ റൂം, ആ ഡോറ് കാണില്ലേ, ആ റൂമും അടുക്കളയും വർക്ക് ഏരിയയാണ് അടിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ഉള്ളൊക്കെ അടി കഴിയും. പിന്നെ പുറമെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ഓരോ ദിവസം ഡെയിലിയൊന്നും ചെയ്യലൊന്നുമില്ല. നമ്മളൊരു ഹോള് കഴിഞ്ഞ് ആ ഹോളിലത്തെ വർക്കുകൾ, അതായത് അവിടുത്തെ ഒതുക്കലും പിടിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നത്തെ റൂം എടുക്കുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതല്ലെങ്കിൽ ആകെ പരന്ന് കിടന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് പറമ്പിലേക്ക് പോകുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ മറ്റുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പെയിൻ്റ് അടിക്കാരം വച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനൊക്കെ പുറമെ നമുക്ക് നല്ലൊരു പൈസയാവും പെയിൻ്റൊക്കെ അടിച്ച് വരണമെങ്കിൽ. ഒരു 10-50 മേലെ പൈസ വേണം. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും. അപ്പോൾ വല്ലാണ്ട് വൃത്തികേടായിട്ടുണ്ടാകും. പിന്നെ ഞങ്ങൾ ഈ പറമ്പിലേക്ക് പോകും, കാരണം ഒക്കെ ആകെ മുഷിഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. ഇപ്പം എന്തായാലും പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് പിന്നെ ഇത് ചിലപ്പോൾ പറമ്പിലേക്ക് പോകുന്ന കേസുകളൊക്കെ, ചിലപ്പോൾ നല്ല പറമ്പിലേക്ക് പോകുന്ന കേസുണ്ട്, അവിടെ ചെന്നാലും പണിയുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മാത്രം. ഇതൊക്കെ നമുക്ക് അടിക്കാൻ പറ്റണത് തന്നെയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് അടിക്കാം. പിന്നെ ആ റോളർ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും. പിന്നെ എത്താത്ത ചില അരികുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കളറുകൾ ഉണ്ടായിരുന്നു. കലകളും ഒക്കെ ആയിട്ട് കുറേ കളറുകൾ, 4-5 കളറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ആകെ 2 കളറ്, മാക്സിമം വന്ന 3 കളർ സീലിംഗ് അടക്കം. സീലിംഗ് വൈറ്റാണ്. പിന്നെ ഇതൊരു ചന്ദന കളർ പോലത്തെയാണ്, കുറച്ച് ഡാർക്കാണ്. ഇതിൽ ക്യാമറയിൽ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഡാർക്കായിട്ടുള്ള കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. പിന്നെ കര, ചില ഭാഗത്ത് കരയുണ്ട്. അതൊരു എന്താണ് ഡാർക്ക് ചെറിയ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചില 1-2 സൈഡിൽ ഒരു ലൈറ്റ് ചെറിയ കളർ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ലൈറ്റാക്കിയെന്ന് മാത്രമുള്ളൂ. നമ്മൾ അതിൽ വേറെ പെയിൻ്റൊന്നും മേടിച്ചിട്ടില്ല. ചിലപ്പോൾ ചില ഭാഗത്തൊക്കെ ഒരു ചെറിയ ഇതുകളൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് ഇത് ഭംഗിയായിട്ട് തന്നെയാണ് തോന്നുന്നത്, നന്നായിട്ടുണ്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീടൊന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് സാധനങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഷോക്കേഴ്സിലേക്ക് എടുക്കാണ്ട് കേട്ടോ, അവിടേക്ക് എടുക്കാണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് അടിക്കണത് കേട്ടോ. ഞങ്ങൾ തന്നെയാണ്. അവിടെ കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് അത് അടിക്കണത്.
അപ്പോൾ ഹോള് നല്ലോണം ശ്രദ്ധിച്ചറിയാം. കര വേറെ കളറ്, പിന്നെ പൂക്കൾ വേറെ കളറ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി കളറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ നല്ലോണം ചുരുക്കി ഒരു 3 കളറൊക്കെ ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഈ ഭാഗം കൂടി ഇതൊന്ന് ക്ലിയർ ചെയ്യാണ്ട്, പിന്നെ ഈ പൂവിൽ നമുക്ക് കളർ വേറെ കൊടുക്കാറുണ്ട്. പിന്നെ ഹോള് കറക്റ്റ് ആവട്ടെ. അടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഫ്ലോർ വൃത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട്.
അതൊരു ഡാർക്ക് ചെറിയ കളറാണ് കേട്ടോ. അത് കറുത്ത പോലെയൊക്കെ തോന്നണമെങ്കിൽ ഡാർക്ക് ചെറിയ കളറാണ്. റൂം അടിച്ചു കഴിഞ്ഞു കേട്ടോ. നീ ഒതുക്കാനൊക്കെ ഉണ്ട്. കുറേശ്ശെയാണ് ഞങ്ങൾ അടിക്കുന്നത് കേട്ടോ. നമുക്ക് ഒറ്റയടിക്ക് അടിക്കാനായിട്ട് നടക്കില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് അടിച്ച് ഇതിൽ മാത്രമല്ല നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ തടി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ സുന്ദരം പറമ്പിൽ പോയി. നേരം വൈകിയത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അടിക്കാനായിട്ട്. ഞാനത് മുഴുവനാക്കാൻ ഇങ്ങനെ മുകളിലൊന്ന് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്തിരി മുഴുവനാക്കാണ്ടായിരുന്നു. ഇനി ഇതിൽ ഞാൻ വേറെ കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആർച്ച് പോലത്തെ ഈ ഒരു ആർച്ച് പോലത്തെ ഉണ്ടല്ലോ, ആർച്ച് പോലെയുള്ള അതിൽ ഞാൻ വേറെ കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ സുനിലേട്ട ഈ കളർ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എന്തായാലും വേറെ കളർ അടിച്ച് നോക്കണം, എന്നിട്ട് നോക്കി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഇത് ഡൈനിങ് ഹോള് അടിച്ചതാണ് കേട്ടോ. ഡൈനിങ് ഹോള് ഇപ്പോൾ അടിച്ചതാണ്. ഇനി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അടിയിലൊക്കെ അങ്ങോട്ട് കടന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്, വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഈ ഹോളിൽ. അത് ചെയ്യണം. അപ്പോൾ എനിക്കിന്ന് കുറച്ച് നെല്ലിക്ക ലേഹ്യമൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം ഞാൻ അതുണ്ടാക്കാൻ നോക്കാൻ വെച്ചിട്ടാണ്. ഈ റൂമാണ് നമുക്ക് ഇനി അടിക്കാനുള്ളത് കേട്ടോ. കണ്ടോ, ഇതൊക്കെ വേറെ വേറെ കളറായിരുന്നു. ഇനിയിപ്പോൾ ആകെ അധികം കളറുകൾ വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ വല്ലാണ്ട് കണ്ട് മുഷിഞ്ഞ് ഇതായിട്ടായിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊന്ന് അടിക്കാൻ വിചാരിച്ച് നമ്മുടെ റൂമും ഇവിടെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ അടുക്കളയുടെ ഷെൽഫിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പൊട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമുക്ക്
നമുക്ക് ഇനി പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വിഴാറായിട്ടാണ് നിൽക്കുന്നത് കുറച്ച് ഭാഗം. അപ്പോൾ അതൊന്ന് ശരിയാക്കണത് തട്ടി ചിലപ്പോൾ ഇത് കുറച്ച് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്തിട്ടൊക്കെ വേണ്ടി വരും നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ട്. അല്ലെങ്കിൽ അതവിടെ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് പോരുള്ളൂ. അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ നമ്മൾ തൽക്കാലം പെയിൻ്റ് അടി നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പറമ്പിൽ ചീര വയ്ക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിലൊക്കെ വേണം ഇത് നോക്കാനായിട്ട്. തൽക്കാലം പെയിൻ്റ് അടി ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയും വർക്ക് ഏരിയയാണ് ഇനിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് പെയിൻ്റ് അടിച്ചത് വീഡിയോ ഇഷ്ടമായി എന്നുവെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.